പറവൂർ പട്ടണം നീലീശ്വരം ശ്രീമഹാദേവ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് രാജേഷ് നാദാപുരം നടത്തിയ ആത്മീയ പ്രഭാഷണത്തിൽ നിന്ന് ആദ്യം കയറിയത് നോക്കുമ്പോ മുന്നിലത്തെ കൽവിളക്കിൽ കിടന്നിട്ട് ഒരു വണ്ട് പടക്കിയാണ് എണ്ണയിൽ കിടന്നത്. അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. ആ വണ്ടിനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അപ്പൊ കയ്യിൽ എണ്ണ പറ്റി. അപ്പൊ അദ്ദേഹം തലയിൽ തുടച്ചു. പിറകെ വരുന്ന സ്വാമിയും ഈ എണ്ണയിൽ കുത്തിയിട്ട് കൈ തലയിൽ തുടച്ചു. അതിന്റെ പിറകിൽ വരുന്ന സ്വാമിയും ഈ എണ്ണയിൽ കുത്തി കൈ തലയിൽ തുടച്ചു. അങ്ങനെ 29 സ്വാമിമാരും ഈ എണ്ണ കുത്തി തലയിൽ തുടച്ചു. ഗുരുസ്വാമി വണ്ടിനെ കണ്ടിട്ട് അതിനെ എടുത്തിട്ട് കളഞ്ഞപ്പോ കയ്യിൽ പറ്റിയ കുറച്ചെണ്ണ തലയിൽ തുടച്ചത് ഇവർ 29 പേരും ചെയ്തു. അടുത്ത കൊല്ലം അതൊരു ആചാരവുമായി. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നറിയാത്ത ഹിന്ദുക്കൾ. ഒരു തിരുമേനി മരിച്ചു. പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുമേനിയാണ്. അദ്ദേഹം തന്റെ മകനെ ഈ പൂജാവിധികളൊക്കെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ തിരുമേനി പൂജ നടത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ച ഇങ്ങനെ ശല്യം കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പൂജ തുടങ്ങുന്നതിന് മുമ്പ് തിരുമേനി ആദ്യം പൂച്ചയെ പിടിച്ചിട്ട് ഒരു കൂട്ടയ്ക്കുള്ളിൽ മൂടി. അതിനുശേഷം പൂജ നടത്തും. അങ്ങനെ അച്ഛൻ തിരുമേനി മരിച്ചു. കാലങ്ങളേറെ കഴിഞ്ഞു. മകൻ പൂജയ്ക്ക് വേണ്ടി ഒരു ലിസ്റ്റ് കൊടുത്തപ്പോൾ അവിടെ എള്ളുണ്ടായിരുന്നു, നാളികേരം, നെയ്യ്, അങ്ങനെ പലതുണ്ട്. കൂട്ടത്തിൽ ഒരു കൂട്ടയും പൂച്ചയും. അതായത് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നറിയാതെ ചെയ്യുന്ന ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് രണ്ടാമത്തെ ഹിന്ദു. ഒരു മുസ്ലിം കുട്ടി 4-ാമത്തെ വയസ്സ് മുതൽ മതം പഠിക്കും. ഒരു ക്രിസ്ത്യൻ കുട്ടി 4-ാമത്തെ വയസ്സ് മുതൽ മതം പഠിക്കും. എന്നാൽ നമ്മൾ ഹിന്ദുക്കൾക്ക് 4-ാമത്തെ വയസ്സ് മുതൽ മതം പഠിക്കുന്ന ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് പോസിറ്റീവാണ്, നെഗറ്റീവാണ്. ഒന്ന്, പോസിറ്റീവ് എന്താണ്? നമ്മളൊരു മതത്തിനെയും അടിമകളല്ല. നമ്മൾ ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗം കാണിച്ച് നമ്മളെ മോഹിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. നരകം കാണിച്ച് ഹിന്ദുവിനെ പേടിപ്പിക്കുവാനും ആർക്കും സാധ്യമല്ല. ഒരു മദ്യപാനി അവനോട് ഒരു സന്യാസി പറഞ്ഞു, നീ ഇങ്ങനെ മദ്യപിച്ച് നടന്നാൽ നിനക്ക് നരകം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അടിയോട് ചിരുവിടെയാണ് നരകമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെനിക്കറിയില്ല, നരകമുണ്ട്, നരകത്തിലെത്തും. അപ്പൊ നരകത്തിൽ എന്തൊക്കെയാണ് ശിക്ഷ? അത് എണ്ണയിലിട്ട് പൊരിക്കും, അതാണ് നരകത്തിലെ ശിക്ഷ. അപ്പൊ അവിടെ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു. നോക്കൂ, അത്ര സിമ്പിളായിട്ട് ഈ നരകത്തെ കാണിച്ച് പേടിപ്പിക്കാനോ സ്വർഗത്തെ കാണിച്ച് മോഹിപ്പിക്കാനൊന്നും സാധ്യമല്ല ഹിന്ദുവിന്. നമ്മൾ ഹിന്ദുക്കൾക്കുള്ള സ്വാതന്ത്ര്യം എന്താണ്? അമ്പലത്തിൽ പോകാം, പോകാതിരിക്കാം. രാമായണം വായിക്കാം, വായിക്കാതിരിക്കാം. നിങ്ങൾക്ക് ദൈവത്തെ വിമർശിക്കണമെങ്കിൽ പോലും നിങ്ങളൊരു ഹിന്ദുവായിരിക്കണം. രാമന്റെ കാലത്ത് രാമനെ വിമർശിച്ചത് ഒരു അലക്കുകാരനാണ്. അലക്കുകാരനും അയാളുടെ ഭാര്യയും തമ്മിലൊരു കലഹമുണ്ടായപ്പോൾ അവർ വിമർശിച്ചത് രാമനെ ആയിരുന്നു. രാമൻ അയാളുടെ കൈവെട്ടിയിട്ടില്ല, കാല് വെട്ടിയിട്ടില്ല. ലക്ഷ്മണൻ പറയുന്നുണ്ട്, ജ്യേഷ്ഠ അവന്റെ നാവ് ഞാൻ അറുക്കട്ടെ എന്ന്. ഈ സമയത്ത് ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട്, എന്നെ ആരാധിക്കുവാനും എന്നെ വിമർശിക്കുവാനും എന്റെ പ്രജകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു നമ്മൾ ഹിന്ദുക്കൾ. ഞങ്ങളിപ്പോ കോട്ടയത്തിൽ കൊണ്ട് വരികയാണ്. എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും നക്ഷത്രം നോക്കിയിട്ടുണ്ട്. ക്രിസ്മസ് ആയി. ഒട്ടുമിക്ക വീടുകളിലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഹിന്ദുക്കൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയും. നമ്മൾ ഈദ്ഗാഹ് ചടങ്ങുകൾ എല്ലാ സ്ഥലങ്ങളും നടക്കും. ഈ റംസാൻ വ്രതത്തിന്റെ സമയത്ത് എല്ലാ മതങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നു. ചില ആളുകൾ പറയും ഇത് ഭരണഘടന ഉള്ളത് കൊണ്ടാണ് ഇത്. അങ്ങനെയല്ല കേട്ടോ. ഈ ഭരണഘടന ഉണ്ടായിട്ട് 70 വർഷമേ ആയിട്ടുള്ളൂ. അതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ നമ്മളവരെ സ്വീകരിച്ചു, അവർക്ക് പള്ളി പണിത് കൊടുത്തു. സെന്റ് ജോർജൻ കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ നമ്മളവർ സ്വീകരിച്ചു, അവർക്ക് ചർച്ച് പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൽക്കത്തയിലും നിങ്ങൾ ഈ കൊച്ചിയിലും നമ്മളവർക്ക് കോളനികൾ പണിത് കൊടുത്തു. പാഴ്സി മതക്കാർ വന്നു, ഗുജറാത്തിൽ ആദ്യം വന്നു. ആ വന്ന സമയത്ത് ഗുജറാത്തിൽ ഹിന്ദു രാജാവ് അവരെ സ്വീകരിച്ചു. അതുവരെ അവർ ഈ ഗോമാംസം ഭക്ഷിക്കുന്നവരായിരുന്നു. ഗുജറാത്തിലെ രാജാവ് ഒരു ഗ്ലാസ് പാലെടുത്ത് അവർക്ക് കൊടുത്തു. അവരൊന്നുള്ള പഞ്ചസാരയിട്ട് അതിൽ ഇളക്കിക്കണം. അതായത് പാലിൽ പഞ്ചസാര എന്നതുപോലെ ഞങ്ങളിതിൽ ലയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞവരാണ് അന്നത്തെ പാഴ്സി. അതുകൊണ്ട് എല്ലാവരെയും സ്വീകരിച്ചു. കമ്മ്യൂണിസം എന്ന ആശയം ഇന്ത്യയിൽ ഉണ്ടായതല്ല, പുറത്തുണ്ടായതാണ്. നമ്മൾ സ്വീകരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തെ നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തു. അതായത് മതമുള്ള, മതത്തിൽ വിശ്വസിക്കുന്ന, മതമില്ലാത്ത എല്ലാ ആശയങ്ങളെയും സ്വന്തം മണ്ണിലേക്ക് സ്വീകരിച്ചവരാണ് നമ്മൾ ഹിന്ദുക്കൾ. നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട് എന്താണ്? ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം.
വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ? സർവദേവ നമസ്കാരം. നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ. കേശവം പ്രതി ഗച്ഛതി. ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് 30 കോടി ദൈവങ്ങളും ഏകമാകുന്ന ഈശ്വരനുമാണ്. ഈശ്വരൻ ഏകനാണ്, രണ്ടില്ലാത്ത ഒന്നാണ്. പിന്നെ എന്തിനാണ് ഈ 30 കോടി ദൈവങ്ങൾ എന്ന് ചോദിച്ചാൽ, നാട്ടിൽ എല്ലാ സ്ഥലത്തും നമുക്ക് വെള്ളം കിട്ടും. പക്ഷേ കുടിക്കാൻ നാം കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ സർവ്വതിലും ഈശ്വരനുണ്ട്. പക്ഷേ ഈശ്വരനെ അറിയുവാൻ നാം ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്നു. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് എന്തോ അതാകുന്നു ക്ഷേത്രം. ക്ഷയമെന്നാൽ നാശം. എന്താണ് ഒരു മനുഷ്യനെ ക്ഷയിപ്പിക്കുന്നത്? രാവിലെ എഴുന്നേറ്റു, വീട്ടിൽ ഒരു കലഹം ഉണ്ടായി. ആ കലഹത്തിന്റെ ആഘാതം ചിലപ്പോൾ ദിവസങ്ങൾ, മാസങ്ങളോളം നമ്മുടെ മനസ്സിനെ മർദ്ദിക്കും. മഹാഭാരതം പറയും, ആയുധം കൊണ്ടുള്ള മുറിവ് നമുക്ക് വേഗം മറക്കാൻ കഴിയും. പക്ഷെ വാക്കുകൊണ്ടുള്ള മുറിവ് കാലങ്ങളോളം നമുക്കൊപ്പം, ചിലപ്പോൾ മരണം വരെ നമ്മുടെ കൂടെ നിൽക്കും. വാക്കുകൊണ്ടുള്ള മുറിവ്. അതുകൊണ്ടാണ് വാക്കിനെ വാണി എന്ന് വിളിക്കുന്നത്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.